ഹലോ ഗായ്സ്, എനിക്കറിയാം നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന്. പക്ഷേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കമ്പനിയിൽ പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ. ആ പ്രൊഡക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അതെ, എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ പൊട്ടന്മാരല്ലെന്നല്ലേ തമ്മിൽ കണ്ടു കാണും. ഇപ്പം നമ്മുടെ പുതിയ സംരംഭത്തിൻ്റെ പേരാണ് സിക് കോണ്ടംസ്. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും വേറെ എന്തൊക്കെ കാര്യം ഉണ്ടായിട്ട് ഞാൻ കോണ്ടം തന്നെ വിൽക്കാനെടുത്ത് എന്തിനാണ്. കാരണം കേരളത്തിൽ ഇതിൻ്റെ ആവശ്യകത കൂടി വരിക. എൻ്റെ പ്രധാന പ്രശ്നം ഇതിനൊരു ബ്രാൻഡ് അംബാസഡറെ കണ്ടുപിടിക്കുക എന്നതാണ്. എൻ്റെ പൊന്നോ, അണ്ണം വേണ്ട. ഇനി നാളെ ആണ് പട്ടിയായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന പറഞ്ഞു വന്നാലും പട്ടിയെ പിടിച്ച് അംബാസഡർ ആക്കിയാണ് നാട്ടുകാരിലൂടെ എന്നെ ഇറക്കിയിട്ട്. ഒരു ബ്രാൻഡ് അംബാസഡർ നോക്കി നടന്ന എനിക്ക് ഒരു കൂട്ടം ബ്രാൻഡ് അംബാസഡർമാർ ഇൻസ്റ്റാഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ അവരാരൊക്കെയാണെന്ന് അവർ തന്നെ പരിചയപ്പെടുത്തും. അതിനെന്തിനാടാ നീ ക്യാമറ അടിച്ചുപിടിക്കാൻ വരുന്നത്? ഈ അണ്ണന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എവിടെ പോയാലും ഒരു ഹോയ് വിടും. ചിരിപ്പിക്കാതെ നിനിച്ചു പോടാ. ഇതാണ് ഗൈസ് കിങ് കിൻഡർ ജോയ്. ശരീരത്തിന് മാത്രമേ ഉള്ളൂ വളർച്ച, ബുദ്ധി ഇപ്പോഴും കൊച്ചുപിള്ളേരാണ്. അണ്ണന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അണ്ണന് പറന്നടിക്കാൻ, ചാടി അടിക്കാൻ, കിടന്നടിക്കാൻ, എങ്ങനെ വേണമെങ്കിൽ അടിക്കാം. പറന്നടിക്കും കിംബോയ്, ചാടിയടിക്കും കിംബോയ്, മലർത്തിയടിക്കും കിംബോയ്, കിംബോയ്. പന കിൻഡർ ജോയ് മോനെ, ആ മരത്തിന് സംസാരശേഷി ഇല്ലാത്തവന് നീ രക്ഷപ്പെട്ടു. പൊട്ടന്മാർക്ക് വേണ്ടി മാത്രം യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുണ്ടോ? എന്തേലും ആവട്ടെ. ആറാട്ടന്റെ കഴിവുകളെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അണ്ണൻ ഒരു കഴിവേറെയാണ് ഗൈസ്. അണ്ണൻ ആരെ കണ്ടാലും ക്രഷ് അടിക്കും. നിത്യാമേനോന്, മഞ്ജു വാര്യര്, കാവ്യമാധവൻ, അനാർക്കലി, അങ്ങനെ അണ്ണന്റെ ലിസ്റ്റ് അങ്ങ് നീണ്ട് കിടക്കുക. ഈ പോക്കുവാണെങ്കിൽ അണ്ണനെ വല്ല പത്രത്തിന് ചരമവളത്തിൽ കാണാം. നാട്ടുകാർ തല്ലിക്കൊന്നു പറഞ്ഞുകൊണ്ട് ഇവന്മാരെയൊക്കെ ട്രോളി ഫേമസ് ആക്കുന്നവന്മാരെ വേണം ആദ്യം എടുത്തിട്ട് അടിക്കുക. അപ്പോൾ ഇവരെയൊക്കെയാണ് എൻ്റെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർമാരാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അതുപോലെ അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. അടുത്ത വീഡിയോ അവർക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ കമ്പനിയിലെ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങി ഉപയോഗിച്ച് ഇതുപോലെ അബദ്ധങ്ങളൊന്നും ഉണ്ടാവാതെ സൂക്ഷിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരേക്കും ബൈ ഗൈസ്.